ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തമിഴ്നാട്ടിലെത്തി. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യത്തെ ശൈശവ വിവാഹമുക്തമാക്കുന്നതിനുള്ള ബാൽ വിവാഹ് മുക്ത് ഭാരത് ദേശീയ പ്രചാരണ പരിപാടിക്ക് തുടക്കം. മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഏറ്റവും ഗുരുതര രൂപങ്ങളിലൊന്നാണ് ശൈശവ വിവാഹമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ഫെംഗൽ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ശബരിമലയിൽ 12 വിളക്ക് പ്രമാണിച്ച് വൻ ഭക്തജന തിരക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തമിഴ്നാട്ടിലെത്തി. കോയമ്പത്തൂരിലെത്തിയ രാഷ്ട്രപതി നാളെ ഊട്ടിയിലെ വെല്ലിംഗ്ടണിലെ പ്രതിരോധ സേനാ സ്റ്റാഫ് കോളേജിലെ പരിപാടിയിൽ സംബന്ധിക്കും. 29-ാം തീയതി നീലഗിരിയിലെ ഗോത്ര വിഭാഗങ്ങളുമായി രാഷ്ട്രപതി സംവദിക്കും. കോയമ്പത്തൂരിലും ഊട്ടിയിലും സുരക്ഷ ശക്തമാക്കി. പാർലമെന്റിന്റെ ഇരുസഭകളും ബഹളത്തെ തുടർന്ന് ഇന്നത്തേക്ക് പിരിഞ്ഞു. രാജ്യസഭ സമ്മേളിച്ച ഉടൻ പ്രമുഖ ബിസിനസ് ഗ്രൂപ്പിനെതിരായ അഴിമതി ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിച്ചു. ബഹളം ഏറിയതോടെ രാവിലെ 11:30 വരെ സഭ നിർത്തിവച്ചു. വീണ്ടും ചേർന്നപ്പോൾ പ്രതിപക്ഷം ബഹളം ഉയർത്തിയതോടെ അധ്യക്ഷൻ ജഗ്ദീപ് ധൻകർ സഭ ഇന്നത്തേക്ക് പിരിയുന്നതായി അറിയിച്ചു. ലോക്സഭയിലും സമാന രംഗങ്ങളാണ് അരങ്ങേറിയത്. ഉത്തർപ്രദേശിലെ സംഭാൽ മണിപ്പൂർ വിഷയവും ഉന്നയിക്കപ്പെട്ടു. തുടർന്ന് ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഏറ്റവും ഗുരുതരമായ രൂപങ്ങളിലൊന്നാണ് ശൈശവ വിവാഹമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. ന്യൂഡൽഹിയിലെ വിജ്ഞാൻ ഭവനിൽ ബാൽ വിവാഹ് മുക്ത് ഭാരത് ദേശീയ യജ്ഞത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. പെൺകുട്ടികൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യവും സാമൂഹിക സുരക്ഷയും അനിവാര്യമാണെന്നും നല്ല അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പെൺകുട്ടികൾക്ക് പഠനം തുടരാൻ നാം അവസരമൊരുക്കണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. आज माननीय प्रधानमंत्री जी के नेतृत्व में सरकार के विभिन्न सरकारों के नेतृत्व में भी काफी पहल हुई है और जिसका हम देख रहे हैं कि सकारात्मक एक परिणाम भी आ रहा है, लेकिन ये संतुष्ट होने वाला भी परिणाम नहीं है. इसके लिए हमें और बहुत कुछ करने की भी आवश्यकता है. और साथ ही साथ हम देखें तो बाल विवाह बच्चों की शिक्षा, स्वास्थ्य और संरक्षण पर भी नकारात्मक प्रभाव डालता है. बाल विवाह का सीधा असर न केवल लड़कियों पर बल्कि उनके परिवार और समुदायों पर भी होता है. साथ ही साथ किशोरियों के सशक्तिकरण के लिए यह अत्यंत महत्वपूर्ण है कि उनका विवाह कानूनी उम्र के बाद हो. ഫിജി, മഡഗാസ്കർ, കോമറോസ്, സീഷെൽസ് എന്നിവിടങ്ങളിൽ പുതിയ സൌരോർജ്ജ പദ്ധതികൾ നടപ്പിലാക്കാൻ ഇന്ത്യയും അന്താരാഷ്ട്ര സൌരസഖ്യവും തമ്മിൽ കരാർ ഒപ്പുവച്ചു. ന്യൂഡൽഹിയിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും അന്താരാഷ്ട്ര സൌരസഖ്യവും തമ്മിൽ ആണ് ഇന്നലെ കരാർ ഒപ്പുവച്ചത്. ഈ ഇൻഡോ പസഫിക് രാജ്യങ്ങളിൽ പുതിയ സൌരോർജ്ജ പദ്ധതികൾക്കായി $2 ദശലക്ഷം നിക്ഷേപിക്കുമെന്ന് നേരത്തെ ഇന്ത്യ അറിയിച്ചിരുന്നു. ഇവിടെ ഊർജ്ജ പ്രതിസന്ധി മൂലം കാർഷികോൽപ്പന്നങ്ങൾ നശിക്കുന്നത് പ്രശ്നം സൃഷ്ടിച്ചിട്ടുണ്ട്. ആരോഗ്യ സംവിധാനങ്ങൾക്കും പോരായ്മകളുണ്ട്. ദക്ഷിണ ഭാരത് കമാൻഡിംഗ് ജനറൽ ഓഫീസർ ലഫ്റ്റനന്റ് ജനറൽ കരൺബീർ സിംഗ് ബ്രാർ തെലങ്കാന ആന്ധ്ര മേഖല ആസ്ഥാനത്തെ പ്രവർത്തന ഭരണ കാര്യക്ഷമത വിലയിരുത്തി. പരിശീലന കേന്ദ്രങ്ങളുടെയും സൈനിക ആശുപത്രികളുടെയും പ്രവർത്തനം സംബന്ധിച്ചും അദ്ദേഹം വിലയിരുത്തൽ നടത്തി. സൈനികരുമായി അദ്ദേഹം ആശയവിനിമയവും നടത്തി. ആശങ്കകൾക്കും സംഘർഷങ്ങൾക്കുമിടയിലും ഇൻഡോ പസഫിക് മേഖലയിൽ പുതിയ സംയോജന പങ്കാളിത്ത മാറ്റങ്ങൾ കണ്ടുവരുന്നതായി കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറ്റലിയിലെ ഫിയുഗിയിൽ ഇൻഡോ പസഫിക് പങ്കാളികളുമായി നടന്ന G7 വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തോട് അനുബന്ധിച്ചുള്ള സമ്പർക്ക പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ക്വാഡ് കൂട്ടായ്മയുടെ പരിണാമം ശ്രദ്ധേയമായ വികാസമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇൻഡോ പസഫിക് പ്രദേശം വിശാലമായ സഹകരണ സമീപനത്തിന് ശ്രമിക്കുന്നതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. സമുദ്രം, അർദ്ധചാലകങ്ങൾ, വിതരണ ശൃംഖലകൾ തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട സഹകരണം ഉൾപ്പെടെ ഇൻഡോ പസഫിക് മേഖലയ്ക്ക് ആവശ്യമായ 6 പ്രധാന ഉത്തരവാദിത്തങ്ങളും ശ്രീ ജയശങ്കർ ഓർമ്മിപ്പിച്ചു. ഭരണം, ആരോഗ്യം, സാങ്കേതികവിദ്യ എന്നിവയ്ക്കൊപ്പം അന്താരാഷ്ട്ര നിയമങ്ങളോടുള്ള ആദരവും ഇൻഡോ പസഫിക് മേഖലയുടെ വികസനത്തിന് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു.
ടൂറിസം മന്ത്രാലയത്തിന്റെ അന്താരാഷ്ട്ര ടൂറിസം മാർട്ടിന്റെ 12ാം പതിപ്പ് കാസിരംഗ ദേശീയോദ്യാനത്തിൽ ഇന്ന് നടക്കുന്നു. വടക്കുകിഴക്കൻ മേഖലയുടെ വിനോദസഞ്ചാര സാധ്യതകൾ ഉയർത്തിക്കാട്ടുകയാണ് ലക്ഷ്യം. 8 വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള സംരംഭകർ ടൂറിസം മാർട്ടിൽ പങ്കെടുക്കും. കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ഉദ്ഘാടനം ചെയ്യും. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ, അരുണാചൽ പ്രദേശ് മുഖ്യമന്ത്രി പേമ ഖണ്ഡു, കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരും പങ്കെടുക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. ശബരിമല സന്നിധിയിൽ 12 വിളക്ക് പ്രമാണിച്ച് നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇന്ന് രാവിലെ 9 വരെയുള്ള കണക്കനുസരിച്ച് 29,226 തീർത്ഥാടകരാണ് ദർശനം നടത്തിയത്. സന്നിധാനത്ത് ഇന്ന് ഉച്ചയ്ക്ക് വഴിപാടായി അങ്കിച്ചാർത്തും വൈകിട്ട് ദീപാരാധനയ്ക്കും ശേഷം പുഷ്പാഭിഷേകവും നടക്കും. മലയാളികളായ തീർത്ഥാടകർ ഏറെ എത്തുന്നത് 12 വിളക്കിന് ശേഷമാണ്. ഇന്നലെയും തീർത്ഥാടകരുടെ തിരക്ക് അനുഭവപ്പെട്ടു. വലിയ നടപ്പന്തലും പിന്നിട്ട് ശരംകുത്തി ഭാഗം വരെ ഇന്നലെ ഭക്തരുടെ നിര നീണ്ടതിനാൽ 4 മണിക്കൂർ വരെ കാത്തുനിന്നാണ് തീർത്ഥാടകർ ദർശനം നടത്തിയത്. കണ്ണൂർ മുൻ ADM നവീൻ ബാബുവിന്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഭാര്യ മഞ്ജുഷ നൽകിയ ഹർജി പരിഗണിക്കുന്നത് ഹൈക്കോടതി അടുത്ത മാസം 9ലേക്ക് മാറ്റി. പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നാരോപിച്ചാണ് ഹർജി. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ ഇന്ന് നവീൻ ബാബുവിന്റെ വീട് സന്ദർശിച്ചു. തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ഫെംഗൽ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചുഴലിക്കാറ്റിന് മുന്നോടിയായി തമിഴ്നാട്ടിലെ മയിലാടുതുറൈ, നാഗപട്ടണം, തിരുവാരൂർ ജില്ലകളിലും പുതുച്ചേരിയിലെ കാരയ്ക്കലിലും ശക്തമായ മഴയ്ക്കും സാധ്യത. പ്രദേശങ്ങളിൽ ചുവപ്പ് ജാഗ്രതയും പ്രഖ്യാപിച്ചു. മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും നിർദ്ദേശമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട്. ജില്ലാ അധികാരികളെ ഏകോപിപ്പിക്കുന്നതിനും അടിയന്തര നടപടി സ്വീകരിക്കുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൈമാറുന്നതിനുമായി ചെന്നൈയിൽ ഒരു കൺട്രോൾ റൂം തുറന്നു. സംസ്ഥാനത്തെ പാലങ്ങൾ ദീപാലങ്കൃതമാക്കുന്നതിന്റെ ഭാഗമായി ദീപാലങ്കൃതമാക്കി നവീകരിച്ച ഫറോക്ക് പുതിയ പാലത്തിന്റെ ഉദ്ഘാടനം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിർവഹിച്ചു. ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചായിരുന്നു ഉദ്ഘാടനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. 1977 നിർമ്മാണം പൂർത്തീകരിച്ച ഫറോക്ക് പാലത്തിൽ അതിനുശേഷം കാര്യമായ അറ്റകുറ്റപ്പണി പ്രവൃത്തികളൊന്നും നടത്തിയിരുന്നില്ല. പാലത്തിന്റെ കൈവരികളും ഫുട്പാത്ത് സ്ലാബുകളും തകർന്ന് അപകടാവസ്ഥയിലായിരുന്നു. നവീകരണ പ്രവൃത്തിയുടെ ഭാഗമായി കൈവരികൾ പൊളിച്ച് പുതിയത് ഉയർത്തി സ്ഥാപിക്കുകയും നടപ്പാത നവീകരിക്കുകയും വൈദ്യുതി വിളക്കുകൾ സ്ഥാപിക്കുകയും ചെയ്തു. ഇതിനു പുറമെ വർണ്ണാഭമായ പെയിന്റിംഗ്, ലാൻഡ്സ്കേപ്പിംഗ് എന്നീ പ്രവൃത്തികളും പൂർത്തീകരിച്ചു. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. കൊൽക്കത്തയിൽ രാത്രി 7:30 മത്സരം. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനായി അമരാവതിയിൽ കേന്ദ്രം നിർമ്മിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു. നിർമ്മിത ബുദ്ധി പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യയുടെ പ്രാധാന്യം ഭാവി രൂപപ്പെടുത്താൻ ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. പുതിയ IT നയം സംബന്ധിച്ച വിലയിരുത്തലിനിടെയാണ് മുഖ്യമന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയത്. IT സംരംഭങ്ങൾക്കായി ധനസഹായം നൽകാനും നിർദ്ദേശമുണ്ട്. വിനോദസഞ്ചാര പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ കേന്ദ്ര ടൂറിസം മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിനെ ഡൽഹിയിൽ സന്ദർശിച്ചു. ഗന്ദിക്കോട്ട, അഖണ്ഡ ഗോദാവരി, സൂര്യലങ്ക ബീച്ച് തുടങ്ങിയവയുടെ വികസനത്തിനായി പ്രത്യേക സഹായ പദ്ധതിക്ക് കീഴിൽ 250 കോടി രൂപ ശ്രീ പവൻ കല്യാൺ ആവശ്യപ്പെട്ടു. തീർത്ഥാടക സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പ്രസാദ് പദ്ധതിക്ക് കീഴിൽ അരസവല്ലി, മംഗളഗിരി ക്ഷേത്രങ്ങൾ ഉൾപ്പെടുത്താനും അദ്ദേഹം നിർദ്ദേശിച്ചു. ആന്ധ്രാപ്രദേശിലെ വിവിധ വിനോദസഞ്ചാര പദ്ധതികളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്തു. ജമ്മുകശ്മീരിൽ നിരോധിത സംഘടനകളായ ജെയ്ഷെ മുഹമ്മദ്, ലഷ്കർ ഇ തൊയ്ബ എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള തീവ്രവാദ ശൃംഖലകൾക്കെതിരെ പോലീസിന്റെ വ്യാപക പരിശോധന. ജമ്മു മേഖലയിൽ രജൌരി, പൂഞ്ച്, കിഷ്ത്വാർ, ഉധംപൂർ ജില്ലകളിലെ വിവിധയിടങ്ങളിൽ ഇന്നലെ 56 റെയ്ഡുകളും തിരച്ചിലുകളും നടന്നു. സംശയാസ്പദമായ സാഹചര്യത്തിൽ നിരവധി പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോണിക് ഉപകരണങ്ങൾ, രേഖകൾ, കണക്കിൽപ്പെടാത്ത പണം, ആയുധങ്ങൾ, വെടിക്കോപ്പുകൾ എന്നിവയുൾപ്പെടെയുള്ള സാമഗ്രികൾ പ്രദേശത്തുനിന്ന് പിടിച്ചെടുത്തു. ഗോവയിൽ നടക്കുന്ന 55ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിൽ ഇന്ന് 70ൽ പരം ചിത്രങ്ങൾ പ്രദർശിപ്പിക്കും. തപൻ സിൻഹയുടെ ഹാർമോണിയവും ഇന്ന് പ്രദർശിപ്പിക്കുന്ന ചിത്രങ്ങളിൽ ഉൾപ്പെടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. 4 ദിവസത്തെ സന്ദർശനത്തിനായി രാഷ്ട്രപതി ദ്രൌപദി മുർമു തമിഴ്നാട്ടിലെത്തി. വിവിധ വിഷയങ്ങളെ ചൊല്ലിയുള്ള ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു.
രാജ്യത്തെ ശൈശവ വിവാഹമുക്തമാക്കുന്നതിനുള്ള ബാൽ വിവാഹ് മുക്ത് ഭാരത് ദേശീയ പ്രചാരണ പരിപാടിക്ക് തുടക്കം. മനുഷ്യാവകാശ ലംഘനത്തിന്റെ ഏറ്റവും ഗുരുതര രൂപങ്ങളിലൊന്നാണ് ശൈശവ വിവാഹമെന്ന് കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവി. തെക്കുപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ഇന്ന് ഫെംഗൽ ചുഴലിക്കാറ്റായി മാറാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തമിഴ്നാട്ടിൽ വിവിധ ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. 12 വിളക്ക് പ്രമാണിച്ച് ശബരിമലയിൽ വൻ ഭക്തജന തിരക്ക്. ISL ഫുട്ബോളിൽ ഇന്ന് മുഹമ്മദൻ FC ബംഗളൂരു FCയുമായി ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.